Alien versus Alien. Alien versus Alien. സ്ത്രീകൾ സ്വയം പര്യാപ്തത കൈവരിക്കണം. വി വി സുരേഷ്. നല്ല കാര്യമാണ്. തങ്കം ചായ കിട്ടിയില്ല. ചായ കിട്ടിയില്ല. വൈദ്യുതി മുടങ്ങും. എങ്ങനെ മുടങ്ങാതിരിക്കും? അത് ഉണ്ടെങ്കിലല്ലേ മുടങ്ങാൻ. ഇവിടെ ആങ്ങളെ പോലുള്ളമാരല്ലേ ജോലി ചെയ്യണേ. എന്താടി സ്ത്രീകൾ സ്വയം പര്യാപ്തത കൈവരിക്കണം. വി വി സുരേഷ്. ഞാൻ എന്ന് കൈവരിച്ചതാ? എന്തോടി ഇത്? വെള്ളം. നീ തമാശ കളിക്കുക? ഇനി മുതൽ എന്നും വെള്ളമായിരിക്കും. അയ്യോ, പിന്നെ നീ കളിക്കാതെ ചായ എടുത്തോണ്ടോന്നേ. ഗ്യാസില്ലാതെ വെള്ളം ചൂടാക്കാൻ എനിക്ക് അറിയില്ല ക്ലീറ്റോ. ഞാൻ മാജിക് പഠിച്ചിട്ടില്ല. ഗ്യാസ് ഇല്ലല്ലേ? ഏയ്, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞപ്പോ ഇന്ന് നേരം വെളുക്കുമ്പോ 3 ഗ്യാസ് ഊറ്റി വരുമെന്ന് പറഞ്ഞില്ലേ? ഓ, വന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞോ? ചെറുതായിട്ട്. വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു? വേറൊന്നും പറഞ്ഞില്ല. അതെ, ഇപ്പൊ ഈ ഗ്യാസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഉണ്ടായ സംഭവമല്ലേ? ഈ ഗ്യാസ് വരുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ എങ്ങനെയാ ഇതൊക്കെ വേവിച്ചുകൊണ്ടിരുന്നത്? നല്ല കൊതുമ്പും ചൂട്ടും മടലും ഒക്കെ എടുത്ത് അടുപ്പ് കൂട്ടിയിട്ട് അതിൽ ഒക്കെ അല്ലേ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. നിനക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അത് മറന്നുപോയി. ക്ലീറ്റ് ഒരു കാര്യം ചെയ്യേ, പാലയിൽ മറ്റേ എസ്റ്റേറ്റ് ഇല്ലേ, അവിടുന്ന് കുറച്ച് വിറക്. തമാശ കൂടുതൽ വേണ്ട കേട്ടോ. അത് തന്നെ പറഞ്ഞ തമാശ കൂടുതൽ അല്ലാതെ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ നീ പാലായിലോട്ട് പോകണ്ട. നിനക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ വിറക് വേണം, അല്ലെങ്കിൽ ഗ്യാസ് വേണം. ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്നൊന്നും ഉണ്ടാക്കും. എന്റെ കർത്താവ്, ഈ പറമ്പ് മുഴുവനും വിറക് കിടപ്പുണ്ടല്ലോ. ആണോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, നീ കാണുകയല്ല എല്ലാവരും. വാ എന്നിട്ട് നമുക്ക് വിറക്. എവിടെ വിറകിരിക്കണെന്നാ പറയണേ ക്ലീറ്റോ? വിറക് കിട്ടണമെങ്കിൽ കാശ് അങ്ങോട്ട് കൊടുക്കണം. ഇടി, ഇവിടെ ആ തെങ്ങിന്നും പ്ലാവേന്നൊക്കെ വീഴുന്ന അതെല്ലാം അവിടെയൊക്കെ കിടക്കണുണ്ടായിരുന്നല്ലോ. തെങ്ങും പ്ലാവൊക്കെ ഉണ്ട്, അത് അപ്പുറത്തെ പറമ്പുകാരുടെ. അതിന്ന് ഇപ്പുറത്തോട്ടാണല്ലോ വീഴുന്നേ. അത് പറക്കി വെക്കാലോ. നടക്കൂല, നനഞ്ഞു കിടക്കുക. എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ചോദിച്ചു ഇത് നനഞ്ഞ് കിടക്കണം. അത് ഉണങ്ങി കിടക്കുമ്പോൾ ഇതിനൊക്കെ പറക്കി വെക്കാമല്ലോ. പിന്നെ അതിന് നനയാനായിട്ട് ഇടുന്നത് എന്തിനാ? നീ തുണി കഴുകി അയലിട്ട് അത് ഉണങ്ങി കിടക്കുമ്പോൾ പിന്നെ അത് നനയാനായിട്ട് ഇടുവോ? ഇല്ലല്ലോ, പറക്കി വെക്കില്ലേ? ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ക്ലീറ്റോ, വിറക് എന്തായാലും നനഞ്ഞു കിടക്കുകയാണ്. അത് ഉണങ്ങിയതുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വെച്ച് തരാം. അതില്ലാത്തത് കൊണ്ട് ഇപ്പൊ എന്താണെങ്കിലും ഇത് നടക്കില്ല. വേണ്ട, നടക്കില്ല. ഞാൻ അടുത്ത പരിഹാരം കണ്ടാ മതിയല്ലോ. മതി. ഞാനേ മധുവണ്ണന്റെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് വരാം. അത് ബെസ്റ്റ്. കഴിക്കാനോ? ഇല്ല, ഞാൻ രാവിലെ എനിക്കൊരു കാലി ചായ മാത്രം മതി. എനിക്ക് വേണം. ബെസ്റ്റ്. ഒരു ചായയൊക്കെ അയാൾ കടന്നു പിന്നെ അതിനപ്പുറം വേറെ സാധനമൊന്നും അങ്ങനെ തരുമൊന്നുമില്ല. നീയേ കൂടുതൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും വേവിക്കാൻ നോക്കടി. ഞാൻ ചായ കുടിച്ചിട്ട് പോരാ. ക്ലീറ്റോ, വിറകില്ലാന്ന് ഇവിടെ. നീ ഉള്ള വിറകിൽ ഉണ്ടാക്കിയാ മതി. എവിടെ ഇരിക്കണ? നീ തെങ്ങേ കയറ്. എന്താടി വീടിന്റെ പിന്നാമ്പുറത്ത് നടക്കണേ? എന്തേ പോയി? ഗ്യാസ് തീർന്നോടാ. ഗ്യാസ് നോക്കി കിടക്കണ. അതെ, പുതിയത് എന്തെങ്കിലും മുളച്ചു വന്നിട്ടുണ്ടോന്നേ. മുളച്ചു വന്നിട്ടുണ്ടോ നോക്കുമായിരുന്നു ഗ്യാസ്. ഇതങ്ങനെ നിക്കണ പോണ്ടേന്ന്. പോണം. ഒന്ന് ഗ്യാസിന് ബുക്ക് ചെയ്യായിരുന്നില്ലേ? ഗ്യാസ് ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പൈസ ഇല്ലടാ. ഉണ്ടോ? പൈസ ഉണ്ടോ? അവിടെ ഒരു പോകാനുണ്ടല്ലോ, അവനോട് ചോദിക്കായിരുന്നില്ലേ? കേട്ട്. അതേ തങ്കം, എടി ചായ വെച്ചിട്ട് കുറേ ചായ എടുക്ക്. അവിടെ ഒരു പൊങ്ങത്തി ഉണ്ടല്ലോ, ചോദിക്കായിരുന്നില്ലേ? അവൾ എണീറ്റില്ല. അയ്യടാ പാവം. എന്താ പറ്റിയേ? എന്താ എണീക്കേണ്ട സമയമായാലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കിടന്നു വരലും തിരിച്ചങ്ങോട്ട് കിടന്നു വരലും. പാവം, ക്ഷീണം ഉണ്ടാവേ. നല്ല പണിയുള്ള വെച്ചല്ലേ. ഒരു പുതപ്പിച്ചു കൊടുക്കായിരുന്നില്ലേ മോന്? എന്തിനാടാ നീ കാണാന്നും പറഞ്ഞ് നടക്കണേ? ആണുങ്ങളുടെ വിലയും കൂടി കളയാനായിട്ട്. എല്ലാത്തിനും കൂടെ വളം വെച്ചു കൊടുത്ത് അങ്ങ് വഷളായി. ഇപ്പൊ സമയം എന്തായിടാ? 8:30 മണി. വീട്ടിൽ പെണ്ണൊരുത്തി എഴുന്നേറ്റിട്ടില്ലാന്ന്. അമ്മയുണ്ടോ അവിടെ? ഇല്ലല്ല. എന്നിട്ട് ആകാശത്തോട്ട് നോക്കി നിക്കണ്. അവൾ എഴുന്നേറ്റിട്ടില്ലേ? ചായ തരാൻ. കടന്നു പോടാ നീ. നിനക്കൊരു ഗ്ലാസ് ചായ തരാൻ പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് അത്രല്ലേ ഉള്ളൂ.
ഗ്യാസ് തീർന്നോ എന്ന് നിന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ആ എന്നാ വേണ്ടാന്ന്. അതിന് വഴക്കിന് വരുന്നതിനാ രാവിലെ തന്നെ. എന്താ അവളെ എഴുന്നേപ്പിക്കാത്തന്ന് കുടുംബത്തിന് വർക്കത്ത് ഉണ്ടാവില്ലാന്ന്. എടി എഴുന്നേക്കണ്ടേ? എത്ര പ്രാവശ്യം വിളിച്ചു ഞാന്. ഒരു കാലം വെള്ളം കോരി ഒഴിക്കും മുഖത്തോട്ട്. അപ്പൊ നടക്കണ പണിയല്ലേ. ചായ വേണമെങ്കിൽ പുറത്ത് പോയി ചായക്കടയിൽ നിന്ന് കുടിക്കും. ക്ലീറ്റോ പോയിട്ടുണ്ട്. ക്ലീറ്റോ ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. പുറത്തുനിന്ന് ചായ കുടിക്കാൻ. ഭാര്യ ഇല്ലല്ലോ വീട്ടില്. അപ്പൊ അത് നടക്കില്ല. എന്തേ? അല്ല ഞാനും കൂടി അങ്ങോട്ട് ചായ കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാലേ അവന്റെ പൈസ കൂടെ ഞാൻ കൊടുക്കേണ്ടി വരും. അവങ്ങോട്ട് വരട്ടെ, ഞാൻ പുറത്തേക്ക് പോകുമ്പോ എവിടുന്നേലും കുടിച്ചോളാം. അധികം തേക്കണ്ട, പല്ല് തെഞ്ഞു പോവും. ഗ്യാസ് എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നിങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ലല്ലോ. വേണമെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പൈസ ഇല്ലാത്ത വേണ്ട. ഉണ്ടെങ്കി എന്നെ വിളിച്ചാ മതിട്ടാ. എഴുന്നേറ്റാ കേട്ടില്ല. ഓ അതെ, ഞാൻ അവിടെ ഉണക്കി വെച്ചിരുന്ന കൊതുമ്പും ചൂട്ടും എടുത്തോ? എടുത്തുന്നേ. ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിച്ചില്ല. എന്താ ചോദിക്കാത്തെ? ആരോടാ ചോദിക്കണ്ടേ? ഞാനല്ലേ ഉണക്കി വെച്ചത്, അപ്പൊ എന്നോട് ചോദിക്കണ്ടേ? നിന്റെ പേരതിനകത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാഞ്ഞതാ. എന്തായാലും നാത്തൂന് ഉണക്കി വെച്ചല്ലോ, അപ്പൊ അറിഞ്ഞൂടെ ഞാൻ ഉണക്കി വെച്ചെന്ന്? നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ കൊതുമ്പും ചൂട്ട് എവിടെയെന്ന് പോയി ചോദിക്കാൻ അങ്ങോട്ട് നടന്നു പോണുണ്ട്. ഞാൻ എന്ത് കഷ്ടം. ഞാൻ എന്റെ വീടിന്റെ ഉമ്മറത്തിരുന്ന പുറകുവശത്തിരുന്ന കൊതുമ്പ് ചൂട്ടെടുത്ത. ഇനിയിപ്പോ ആരോടാ ചോദിക്കണ്ടേ? ഞാൻ എന്നോട് ചോദിക്കണം. മനസ്സുണ്ടായില്ല. നാത്തൂന് ഉണക്കി വെച്ചല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് ഉണക്കി വെച്ചതാ. പിന്നെ വെയിലത്തോട്ട് അങ്ങ് എടുത്തിടാൻ എന്തൊരു കഷ്ടപ്പാടാന്നറിയാമോ? നീ അതിന്റെ കൂടെ നിന്ന് ഉണങ്ങിയൊന്നുമില്ലല്ലോ. ഞാൻ കൊറേ ഉണങ്ങിയതാ. എനിക്ക് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ അത് അവിടെ ഉണക്കി വെച്ചിരുന്നത്. അതെനിക്ക് വേണം. രണ്ടാമത് കുറച്ച് ഉണക്കാൻ കൂടെ എടുത്ത് ചൂടുവെള്ളം ഉണ്ടാക്കിയാൽ മതി. വേണ്ട, അത് നാത്തൂനും ചെയ്യാലോ ഉണക്കി വെക്കല്. പറ്റിയില്ലല്ലോ. വെറുതെ രാവിലെ തന്നെ എന്നോട് തല്ലു പിടിക്കാൻ വരില്ല ജമന്തി. നീ ഞാൻ തല്ലു പിടിക്കാൻ വേണ്ടി വന്നല്ലോ. പിന്നെ എന്ത് കാര്യത്തിന് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ കൊതുമ്പ് ചൂട്ടും കട്ടെടുത്തോ പോലെ എന്റെ കള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിൽ കിട്ടിയിരിക്കും ഞാൻ. കള്ളി നിന്റെ വീട്ടിലുള്ളവര് നീയും. എന്റെ വീട്ടിലുള്ളവരെ പറഞ്ഞിട്ടല്ലോ. പിന്നെ നീ എന്തിനാണ് എന്നോട് തല്ലു പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്? ഞാനേ പോലീസിനെ വിളിക്കും. അയ്യോ, പിന്നെ പോലീസുകാർക്ക് വേറെ ഒരു പണിയില്ല. ജമന്തിയുടെ ചൂട്ടും മടലും കണ്ടുപിടിക്കലാണ് അവരുടെ പണി. നമുക്ക് നോക്കാം. നോക്കാം. എന്നെ പോലീസ് പിടിച്ചിട്ട് പോകുമ്പോ വരണേ. അയ്യോ, ഇവിടുന്ന് ആരും വരില്ല. അവിടെ തന്നെ ഇരുന്നാ മതി. ഇപ്പൊ എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തിന്? അങ്ങോട്ട് പോവാൻ പറഞ്ഞോ നിന്നോട്? ആണില്ലല്ലോ, കണ്ടവന്റെ സാധനം എടുത്തിട്ട് ഇങ്ങനെ. നീ പോയി കേസ് കൊടുക്കുന്ന ചെല്ല്. കാണാം. കാണ്. ഇപ്പൊ ഇത് തിളച്ചാവോ? ഇല്ല, തിളച്ചില്ല. തിളക്കുമ്പോ പറയാൻ ഞാൻ. എപ്പൊ തിളക്കും? അറിയാൻ പാടില്ല, പോയി അന്വേഷിച്ചു. എന്നെ എനിക്കറിയാം. അങ്ങനെ എന്റെ കൊതുമ്പും ചൂട്ടും കൊണ്ട് അങ്ങനെ ഇപ്പൊ തിളപ്പിക്കണം. ഇവിടെ വല്ല നാൽക്കൊന്നും എനിക്കല്ലേ. ഇവിടെ ഒന്ന് കിടക്കാൻ വേണ്ടിട്ടാ നീ അവിടെ നിന്ന് ധൃതി പിടിച്ചിങ്ങ് പോന്നേ? കരയടി, നല്ലോണം കരയി. എടി, നിനക്ക് ഇത് തന്നെ വരണം. പണ്ടൊക്കെ ദൈവേ പിന്നെ ഇപ്പൊ അപ്പ കൊടുക്കും. തിന്നാനുള്ളതിനകത്തോട്ട് വെള്ളം കോരി ഒഴിച്ചിട്ടല്ലേ നീ പോന്നത്? പെണ്ണായി അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? കരയടി. എന്താ കിടക്കണേ? എഴുന്നേക്കോട്. ആര് പിടിക്കുന്നോർത്താ? എന്താടി? എന്താന്ന് നിനക്ക്?
വാ പതുക്കെ. ചൂടുവെള്ളത്തിൽ കുടിച്ചില്ലെങ്കിൽ കെട്ടിലമ്മയ്ക്ക് പുളി വരില്ലല്ലോ. എന്നേക്കാ അങ്ങോട്ട്. ചൂടുവെള്ളം കുളിക്കാൻ പറ്റില്ലല്ലോ കെട്ടിലമ്മയ്ക്ക്. എന്നിട്ട് എന്താന്ന് അവിടെ എന്തുണ്ട്? അവിടെ ഒന്നുമില്ല. Alien versus Alien. ചേട്ടോ ഇന്നത്തെ ദിവസം എനിക്ക് ചായ കുടിക്കാനുള്ള യോഗമില്ലെന്ന് പറഞ്ഞാൽ പോരെ? അതെന്ത് പറ്റി? അതായത് ജമന്തി നേരത്തെ എണീറ്റില്ല, തങ്കത്തിന്റെ അവിടെ ഗ്യാസും കഴിഞ്ഞു. അപ്പൊ തങ്കം പറഞ്ഞു വേണമെങ്കിൽ പിന്നെ ചായപ്പൊടിയെ പോയി കുടിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ചായക്കടയിൽ പോയിട്ട് കുടിക്കണമെങ്കിൽ അവിടെ ക്ലീറ്റസ് ചായക്കടയിൽ പോയിരിക്കുകയാണ്. രാവിലെ പോയി. അപ്പൊ ഞാനും നേരെ ചായക്കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയില്ല. എന്നാ പിന്നെ പോട്ടേന്ന് വിചാരിച്ച് കുളിച്ച് റെഡിയായിട്ട് നേരെ ഇവിടെ വന്ന് നേരെ വാസേട്ടന്റെ ചായക്കടയിൽ പോയിട്ട് വാസേട്ടനോട് വാസേട്ടാ ഒരു ചായ എന്ന് പറഞ്ഞ സമയത്ത് വാസേട്ടൻ പറയാണ് അയ്യോ അവനെ പാലൊന്നുമില്ല, പാല് തീർന്നു പോയി. ഒരു നേരത്തും പാലുണ്ടാവൂല്ലോ, അയാൾ എന്തിനു തുറക്കണെന്നാവോ അത്? അയ്യോ ഒന്നും പറയണ്ട. നിനക്കിപ്പോ ചായ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ? ഞാൻ ചായ കുടിച്ചതിന്റെ വിഷമത്തിലാണ് ഇവിടെ ഇരിക്കണത്. ചായ കുടിച്ചതിന് എന്തിനാ നീ വിഷമിക്കണേ? എടാ ഞാൻ ഇറങ്ങാൻ നേരത്ത് രണ്ടുപേരും കലക്കിക്കൊണ്ടുവന്ന് ഓരോ ചായ. ഉമ്മാടെ കുടിച്ചാൽ ഇവളടയും, ഇവള് കൊണ്ടുവന്നത് കുടിച്ചാൽ ഉമ്മയടയും. പിന്നെ കുടുംബത്തൊരു ശല്യം വേണ്ടെന്ന് ഓർത്ത് ഞാൻ രണ്ടും കൂടി വലിച്ചു കുടിച്ച്. ഇപ്പൊ എനിക്ക് വയറിലിടങ്ങേറായിട്ട് ഇരിക്കാൻ പറ്റില്ലെന്ന്. ഹലോ, പറഞ്ഞോ. എന്താണ്? ജമന്തി വീണോ? എവിടുന്ന്? ആവോന്നോ? നീ എന്താ തങ്കം ഇങ്ങനെയൊക്കെ പറയണേ? എടി എന്താ പ്രശ്നം ഉണ്ടായതെന്ന് പറ. എന്നിട്ട് എന്താ പറ്റിയത് അവൾക്ക്? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കണതെന്ന്? തങ്കം നിനക്ക് കാര്യം പറഞ്ഞ എന്താ കുഴപ്പം? ആ ശരി, നീ ഫോൺ കട്ട് ചെയ്തോ. എന്ത് പറ്റി? എന്താ ജമന്തി വീണൂന്ന്? ജമന്തി വീഴേ? എന്തൊരു കഷ്ടം നോക്കി. ഇനിയിപ്പോ എന്ത് വേണ്ടി വരും? ഇവള് ഫോൺ ചെയ്തിട്ട് എന്നോട് എന്തോ വേറെ ആരോടെ പറയണ പോലെയൊക്കെ സംസാരിക്കണത്. ഇനി തങ്കം ഉന്തിയിട്ടതായിരിക്കോ? ആ എനിക്കറിഞ്ഞൂടാ. തങ്കം തന്നെ ഉന്തിയിടണത്. അല്ല നിന്റെ അല്ലേ വീട്, പറയാൻ പറ്റൂലേ? അല്ലാന്ന് അവള് ഇനിയിപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എനിക്കറിഞ്ഞൂടാ. എന്നോട് വേറെ എന്നോട് ദേഷ്യപ്പെടണം അവള്. എന്തിന്? നീ ഒരു കാര്യം ചെയ്ത വന്നങ്ങട്. എന്ത്? പോയി നോക്കാൻ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നീ പോയി നോക്ക്. നീയും കൂടെ വാടാ. ഇനി ആശുപത്രി കൊണ്ടോണ്ടി വരികയാണെങ്കിലോ? ഞാനും പറഞ്ഞു ഇനി എന്നാ എനിക്ക് നിന്റെ കുടുംബത്തെ കാര്യത്തിൽ ഇടപെട്ട് എനിക്ക് ജീവിക്കാൻ പറ്റാതെ. അവിടെ നിന്നുണ്ടായിരുന്നു തങ്കം. ഇനി വന്നേടി. വന്നോ? ഓ ഇച്ചിരി വെള്ളം എടുത്തേ. എവിടെ പോയി ക്ലീറ്റ് ചെയ്യുന്നത്? ഞാൻ മധുവന്റെ കടയിൽ ചായ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടീമെല്ലാം അവിടെ നിൽക്കുക. കുമാരേട്ടൻ്റെ ചേട്ടൻ മരിച്ചതിൻ്റെ ഇന്ന് സഞ്ചാരിയായിരുന്നേ. അപ്പം ഇഡലിയും വടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി അതൊക്കെ അവിടെ അഴിച്ചേ. അവനോന്റെ വയറാന്നോർത്ത് തിന്നാൻ പാടില്ലേ? രാവിലെ ചായ കുടിക്കാൻ പോയ മനുഷ്യൻ വന്നു കയറുന്ന സമയം നോക്കി അവരൊക്കെ കൂടെ നിർബന്ധിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഇച്ചിരി വെള്ളം തന്നേടി. ഇഷ്ടമാണ്. ഇന്ന് ഇവിടെ ഉണ്ടായ സംഗതി വല്ലതും നിങ്ങൾ അറിഞ്ഞോ? ആ ജമന്തി ആശുപത്രിയിലാ. ആശുപത്രിയിലോ? ആ എന്തുപറ്റി? അവിടെ മുറ്റത്ത് വീണോ? എങ്ങനെ? അത് മാത്രല്ല വേറെ കൊറേ സംഭവങ്ങൾ ഉണ്ടായി ഇവിടെ. എന്തോ നീ കാര്യം പറയുന്നു. ക്ലീറ്റ് എന്നോട് പറഞ്ഞില്ലേ പറമ്പിന്ന് വിറക് വിറക്കി കഞ്ഞിയും കറിയും വെക്കാൻ. അതിന് വേണ്ടിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു സാധനവും കിട്ടിയില്ല. പറമ്പിന്ന് എല്ലാം നനഞ്ഞ് ചീഞ്ഞ് കിടക്കുക. അതുകൊണ്ട് ഞാനിങ്ങനെ കറങ്ങി അപ്പുറത്ത് വീടിന്റെ അവിടെ വന്ന് നോക്കിയപ്പോഴത്തേനും അവിടെ കുറച്ച് കൊതുമ്പും ചൂട്ടൊക്കെ ഇരിക്കണ്. ഉണക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോ വലിയ സംഗതിയാണോ? തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണ സാധനം. അത് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതേ നമ്മുടെ ചായപ്പിൽ വെച്ച് തീ മൂട്ടി ഞാൻ. കഞ്ഞിക്ക് വെള്ളവും വെച്ച് ദേവന്നപ്പ ഭദ്രകാളി ചുള്ളിക്കൊണ്ട് ജമന്തി എന്റെ ചൂട്ട് ആരെടുത്തുണ്ടോ, എന്റെ കൊതുമ്പ് ആരെടുത്തുണ്ടോ, എനിക്ക് വെള്ളം ചൂടാക്കാനുള്ളതെന്ന് പറഞ്ഞു എന്നെ വേണ്ട ചീത്ത. എന്റെ പൊന്നോ, ഞാൻ കേട്ടിട്ടില്ല എന്നെ ഇങ്ങനെ ഒരാളെന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടില്ല. അവള് ചീത്തയൊന്നും വിളിക്കത്തില്ല. നേരിന്ന് എന്നെ കണ്ണി കണ്ടതൊക്കെ പറഞ്ഞു ഞാൻ ഒരു അക്ഷരം മിന്നിയില്ല ക്ലീറ്റോ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഇതൊക്കെ പോട്ടെ, അവളവിടെ അരി കഴുകാൻ വെള്ളം വെച്ചിട്ടുണ്ടായി ചെരുവത്തില്. അതെടുത്ത് ആ തീയിലോട്ട് അങ്ങ് ഒഴിച്ച് അങ്ങ് കിടത്തി. എന്നിട്ട് ആ ചൂട്ടെല്ലാം മാരിക്കൊണ്ട് അങ്ങ് പോയി. അതുകൊണ്ട് ഇത് എങ്ങനെ പൊട്ടിയെന്ന് പറയട്ടെ. ആ പോക്ക് പോയി. പുള്ളിക്കാരി വെള്ളം ചൂടാക്കി കുളിക്കാൻ വേണ്ടിട്ട് കുളിമുറിലോട്ട് പോണ വഴിക്ക് ദേ എവിടാ എന്ന് പറഞ്ഞൊരു വീഴ്ച. ഒച്ച കേട്ട് ഞാൻ ചെന്നപ്പോ ഇങ്ങനെ കിടക്കുക മുറ്റത്ത്. സത്യം പറ, നീയാണോ തള്ളിയിട്ടെ? ഞാൻ എന്തിനാ തള്ളിയിടണേ? എന്റെ കൂടെ ദൈവമുണ്ട്. പണ്ട് മുതലേ എങ്ങനെയാ, എന്നോട് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അപ്പ പണി കിട്ടും. കൊള്ളാം.
നന്നായിരിക്കുന്നു, ഇങ്ങനെ തന്നെ വേണമടി. അങ്ങനെ തന്നെ കുടുംബത്തിലുള്ള ഒരെണ്ണം വിഴുന്ന് അവിടെ ആശുപത്രിയിൽ പോയപ്പോ ഇവിടെ ഇരുന്നിട്ട് കുറ്റം കൂടെ പറയുക. ഒന്ന് നിനക്ക് കൂടെ പോകാൻ പാടില്ലടി. എന്തിനാ? ഞാൻ അവക്ക് കൊള്ളൂലല്ലോ, അവളെന്റെ മുഖത്തടിച്ചിട്ട് പോയതല്ലേ. അതുകൊണ്ട് ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ പെരുമാറണം. എനിക്ക് വൈരാഗ്യം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഒന്നിനുമില്ല. എടീ അവിടെ കൊച്ചുണ്ടല്ലോ, കൊച്ച് നമ്മുടെ മോള്, അവൾ ഇത് കണ്ടായിരിക്കും വളർന്നു പറഞ്ഞത്. നീ നോക്കിക്കോ. അവക്ക് ശരിയും തെറ്റൊക്കെ കണ്ടാ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഓക്കെ, അവളിപ്പോ കാണുന്നത് കൂടുതലും തെറ്റാ. ഓ ഇവനാണെങ്കിൽ വിളിച്ച ഒരു നേരം കിട്ടത്തില്ല, അവന്റെ പൊട്ട ഫോണും. നിങ്ങൾ എന്തിനിങ്ങനെ ആദ്യം പിടിക്കണേന്നേ? ഡീ എനിക്ക് ആദ്യം ഉണ്ടാവുമോടി. ഞാൻ ഈ കുടുംബത്തിലുള്ള അംഗങ്ങളെയല്ല എൻ്റെ വീട്ടിലെ അംഗങ്ങളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല. അതങ്ങനെ നിനക്ക് ബന്ധങ്ങളുടെ വില അറിയില്ലല്ലോ. അങ്ങനെ അറിയാമെങ്കിൽ നീ എൻ്റെ കൂടെ ഇറങ്ങി വരുമായിരുന്നു. മതി വേദന വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടേ ഇപ്പൊ അനുഭവിക്കണല്ലോ. പറയാതിരിക്കാണ് നല്ലത്. കാല് നോക്ക്. ആ പതുക്കെ പതുക്കെ. എന്റെ ദൈവമേ, ഇപ്പൊ സമാധാനമായല്ലോ. ഇനി 2-3 മാസത്തിന് അളകണ്ട അവിടെ ഇരുന്നോ. വെറുതെ ഇനി അതും പറയണ്ട. എങ്ങനെ പറയാതിരിക്കടോ? ഇവള് നിൽക്കേണ്ട സ്ഥാനത്ത് ഇവള് നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഇന്ന് ഒരാവശ്യമില്ലാതെ തങ്കത്തിനോട് ചൊറിയാൻ പോയിട്ടാണ്. അവളുടെ അടുപ്പിൽ വെള്ളം പാരേണ്ട എന്ത് കാര്യമുണ്ട് ഇവൾക്ക്? അപ്പൊ ദൈവം കൊടുത്തതാ, അനുഭവിച്ചോ. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. നാട്ടൂന്ന് പറഞ്ഞ എന്റെ ചേച്ചിയല്ലേ, ഞാനപ്പൊ ഒരു കുറുമ്പ് കാണിച്ച ക്ഷമിക്കൂലേ? അയ്യോ, കുറുമ്പ് കാണിക്കാൻ പറ്റിയൊരു മോതല്. കുറുമ്പ് കാണിക്കണ പ്രായനടി നിനക്ക് ആണാ? പോട്ടെ, ഇനി അതൊന്നും പറഞ്ഞ് വഴക്ക് പറയണ്ട. നീ ഒരു പണിയേ, അമ്മനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഓ, അമ്മയെ വിളിക്കുന്നു വേണ്ടോ. അമ്മ അവിടെ അമ്മാവൻ അസുഖം പറഞ്ഞ് അങ്ങോട്ട് പോയതാണ്. പിന്നെ അമ്മാവൻ ആര് നോക്കും? ഇനി ഇവിടെ കയ്യും കാലം പൊട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്തടി നിലവിളിച്ച് ആയിട്ട് ഇങ്ങോട്ട് ഓടി വരില്ലേ? അത് ശരി, പിന്നെ അമ്മ വന്നില്ലേ പിന്നെ ആര് നോക്കും? നീ ഇവിടെ വന്ന് നോക്കുവോ? എന്തെങ്കിലും ഒരു ആശ്വാസത്തിനുള്ളതാണോ ആ തങ്കം. അപ്പൊ അവളുമായിട്ട് നല്ല രീതിയിൽ നിന്നാൽ പോലെ ഇവൾക്ക്. ഇനിയിപ്പോ തങ്കം ഇവിടെ വന്ന് നോക്കുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? എല്ലാരും വെറുപ്പിച്ചിട്ടു. ശ്രീകരൻ പോട്ടെ, ഇനി വഴക്ക് പറയണ്ട. വേണ്ട ജയന്തി, കരയണ്ട. പോട്ടെ, കുട്ടികളത് മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോയല്ലേ. വിശക്കണുണ്ടോ? നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്കണോ? കഴിക്കാനല്ലേ ആവശ്യത്തിന് ഗുളിക മരുന്നും കൊടുത്തേക്കണം. അത് 3 നേരം കൊടുത്താൽ പോരെ. ഞാൻ എൻ്റെ പുറത്ത് എന്തൂട്ടാ കൊടുക്കണം? കിടക്കണേ, കിടന്നോ? കിടക്കണ്ടേ? വെറുതെ മെക്കിട്ട് കയറിട്ട് പിന്നെ പുന്നാരിക്കാൻ അവരായിട്ട് എടുക്കുമോ? Alien versus alien. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലടാ ഫാസിലെ. ഓരോന്നേ ഓർക്കാപ്പുറത്താണ് വന്ന് ചാടുന്നത്. എന്തെങ്കിലും ചെയ്യാൻ ആലോചിച്ചിട്ട് ഞാൻ പോയിട്ട് പറ്റെന്നാ. നീ പോയിട്ട് എന്താ നിപ്പടെ പോണ? ഇരിക്ക്. ഞാൻ ഇരുന്നിട്ട് എന്തായാലും എൻ്റെ ഹാഫ് ഡേ ലീവ് പോകൂലേ? ഇരിക്കടോ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. എന്താ ഇപ്പൊ ചെയ്യുന്നത്? കനക, നീ ഒരു പണി ചെയ്യും. നീ ആ തങ്കത്തിനോട് പോയി പറഞ്ഞിട്ട് ഇവളൊന്നും നോക്കാൻ പറ. നീ പറഞ്ഞ അവള് കേൾക്കും. എടാ, ഞാൻ എങ്ങനെയാണ് തങ്കത്തിനോട് പോയി പറയണത്? ഇവളുടെ വായിലനാവ് കൊള്ളായിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമോ? ഇത് പാമ്പും കീനിയും കണ്ട മാതിരിയാണ്. കാക്ക് തന്നെ കോഴി കണ്ടൂടാ, കോഴി തന്നെ കാക്കി കണ്ടൂടെന്ന് പറഞ്ഞ പോലെയാണ്. ഇനി അതൊന്നും പറയണ്ടെന്ന്. നമുക്കൊരു ആപത്ത് വരുമ്പോഴല്ലേ കൂടപ്പറപ്പങ്ങളും പെങ്ങളും ഒക്കെ സഹായത്തിന് വേണ്ടത്. ഓ, എന്നെ കൊണ്ട് വയ്യ ഇനി പോയിട്ട് അവളോട് മാപ്പൊന്നും പറയാം. അവൾക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് അവള് വന്ന് നോക്കണമെന്ന് നോക്കിക്കോട്ടെ. ആ, എന്തോ ഡോക്ടർ എന്താ പറഞ്ഞു? എന്താ കയ്യിന് പൊട്ടുണ്ട്, പിന്നെ കാലിനും ചെറുതായിട്ടൊരു ഫ്രാക്ചർ ഉണ്ട്. പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ് അവിടെ. കോംപ്ലിക്കേഷൻ ആണല്ലോ. അല്ല കനക, നീ ഇവനോട് പറഞ്ഞിട്ട് അവളോട് പറയാൻ പറ. ഇവൻ പറഞ്ഞാലെങ്കിലും അവള് കേൾക്കും. കുന്തം കേൾക്കും. എടാ, അവൻ പറഞ്ഞാലൊന്നും അവള് കേൾക്കൂല. ദൈവം തമ്പരാൻ പറഞ്ഞാൽ കേൾക്കില്ല. അവൾക്ക് തോന്നണം ചെയ്യണമെന്ന്, അപ്പൊ അവള് ഒന്ന് ചെയ്യും. തങ്കത്തിനോടും പറയൂല, അമ്മനോടും പറയൂല. എന്നാ നീ തന്നെ കിടന്ന് നോക്ക്. ഞാൻ എങ്ങനെ നോക്കടോ? എനിക്ക് അല്ലെങ്കിലേ ലീവില്ല. ഇനി ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറി കട്ടാവും. അന്ന് ഒറ്റ വഴിയേ ഉള്ളൂ, നീ ജമന്തിനെ അങ്ങോട്ട് ഒഴിവാക്ക്. അല്ലാതെ പിന്നെ അല്ലേ ഇപ്പൊ നല്ല പറ്റാണല്ലോ പറ്റിക്കണേ. എന്താ മരത്തന്നെ ഉണ്ടെന്നല്ലോ വീണാണോ? എന്തെന്ന് വരാൻ വെച്ച് വഴി തങ്ങൂലല്ലോ. എടാ ക്ലീറ്റസേ, നീ ഒന്നാ തങ്കത്തിനോട് പറഞ്ഞിട്ട് ഇവിടെ നോക്കാൻ പറയടാ. അവന് ലീവില്ലാണ്ടാണ്. നന്നായി. തങ്കത്തിനോട് ഞാൻ പറയാല്ലേ, അവൾ ഇത്രയും സമയം എന്നോട് പറഞ്ഞോണ്ടിരിക്കുക. ഇവിടെ വായി വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക.
നീ ഒന്നും മയത്തി പറ, അവള് കേൾക്കും. ഞാൻ പറഞ്ഞാലും അവള് കേൾക്കൊന്നുമില്ല. പിന്നെ ചിലപ്പോ ഇനി ഇവൻ പറഞ്ഞ കേട്ടാലായി. കാരണം എന്നെക്കാളും കൂടുതൽ സ്നേഹം ഇവനോടാ. നീ ഒന്ന് സംസാരിച്ചു നോക്കാനാ. ഞാൻ എന്ത് പറയാനാടോ? ഞാൻ എന്ത് പറയാനാണ്? അവൾക്ക് വേണമെങ്കിൽ അവളൊന്ന് നോക്കട്ടെ. ആ അങ്ങനെയൊന്നും അവള് വരുമെന്ന് നീ വിചാരിക്കണ്ട. ഇത് എന്റെ ആവശ്യമല്ലേ? ഇല്ലൊക്കെ വേണ്ടാന്ന്. പിന്നെന്താ? അല്ല ഇപ്പൊ വേറെ ഒന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ നീ വിഴുന്ന് കിടന്ന അവള് തന്നെയല്ലേ നിന്നെ നോക്കാൻ. അപ്പൊ അവള് വിഴുന്ന് കിടക്കുമ്പോ നീ നോക്കും. ഞാൻ ആലോചിച്ചിട്ട് ഒരു കാര്യം, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോം നേഴ്സിനെ വെക്കാം. അയ്യോ അത് വേണ്ടാട്ടാ, അതൊക്കെ ആകെ പ്രശ്നമാണ്. ഹോം നേഴ്സൊക്കെ ആകെ പ്രശ്നങ്ങളാണ്. അതിനൊക്കെ പ്രശ്നം എന്റെ അളിയോ, പാലായിൽ എന്റെ കൊച്ചപ്പച്ചനെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ച് രാവിലെ 6 മണിക്ക് എണ്ണീറ്റിട്ട് ബ്രൂ കോഫി വേണം. അത് കഴിഞ്ഞ് 8 മണിക്ക് മീൻകറിയും കൂട്ടി അവള് കാപ്പി കുടിക്കുക. ഉച്ചക്കുണ്ടല്ലോ മട്ടൻ വേണമെന്ന്, 4 മണിക്ക് ജ്യൂസ്, പിന്നെ രാത്രി പിന്നെ എന്തൊക്കെ കുറെ ഡിഷ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ശമ്പളം കൊടുക്കണം അവർക്ക്. എനിക്ക് എണ്ണിച്ചുട്ട് അപ്പത്തിന് എന്ത് കൊടുക്കാനാണ്? എടാ എല്ലാ ഹോം നേഴ്സുമാരും അങ്ങനെ അല്ലല്ലോ. ഇത് ഒരു ഇത് പറഞ്ഞ എല്ലാ ടീമും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് പറ്റുന്ന ഒരെണ്ണത്തിന് വിളിച്ചാ പോരെ? എന്റെ കനക ആവശ്യത്തിന് പ്രശ്നങ്ങൾ ഈ കുടുംബത്തുണ്ട്. ഇനി ശമ്പളവും കൂടി കൊടുത്തിട്ട് ഒരു മാരണത്തിനെ വിളിച്ച് നിർത്തണ. നീ വേറെ വല്ല കാര്യങ്ങൾ ആലോചിക്കും. അല്ലെ ഞാനേ വേറെ കാര്യം ചോദിച്ചിട്ട് അളിയ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിക്കൂടെ ജമന്തിയുടെ? അവളുടെ അച്ഛൻ അവിടെ വലിച്ചു കിടക്കാണ്. അയാളെ നോക്കാൻ 3-4 ആള് വേണം. പിന്നെ എന്റെ കൂട്ടത്തിൽ കൂടെയാണ് ഇവളും. ഓ അപ്പൊ പിന്നെ ഇനി ഒരു മാർഗം ഇല്ലെങ്കിൽ ഹോം നേഴ്സ് എങ്കിൽ ഹോം നേഴ്സ്, അത് ഉറപ്പിക്കും. അപ്പൊ നിന്റെ ശമ്പളം എടുത്ത് കൊടുക്കും ഹോം നേഴ്സിന്? അതെങ്ങനെയെങ്കിലും കൊടുക്കാം. എന്തായി? എന്താ കയ്യനൊക്കെ പൊട്ടുണ്ട്, അവിടെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണ്. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ലോണം പറ്റണം. എന്തടീന്ന് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ അവള് കാണിച്ചു കൂട്ടിയതൊന്നും. ഞാൻ അനുഭവിച്ചത്. അങ്ങനെ പറയല്ല തങ്കം, നമ്മളൊരു ആപത്ത് വരുമ്പോ അല്ലേ. എന്താ ആപത്ത് ഫാസിലെ? ഈ ഭാര്യയ്ക്കും ഭർത്താവിനും അതിനെപ്പറ്റിയൊന്നുമില്ല. അവർക്ക് ആരും വേണ്ടല്ലോ. അവർക്ക് കൂടപ്പറപ്പും വേണ്ട, അപ്പനും വേണ്ട, അമ്മയും വേണ്ട. അവരായി അവരുടെ പാടായി. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയും. എന്താ ആവശ്യമില്ലായ്മ ഞാനിപ്പോ പറഞ്ഞത്? ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താ വെച്ചാൽ അത് ആലോചിച്ചാ പോരെ. അവളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല, അങ്ങേർക്ക് സുഖമില്ല, ശ്വാസം മുട്ടലാണ്. അമ്മയെ വിളിച്ച് നിർത്താനും പറ്റില്ല, അമ്മാവന് അവിടെ വയ്യ. ഞാൻ ലീവ് എടുത്തിട്ട് എങ്ങനെ അവിടെ നിൽക്കും? ഞാൻ ലീവ് എടുത്തു കഴിഞ്ഞാൽ സാലറിയും കിട്ടില്ല. ഒരു ഹോം നേഴ്സിനെ നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഗംഭീര ഐഡിയ അല്ലേ? കോടീശ്വരന്മാർക്ക് അങ്ങനെ എന്താ ചെയ്യാൻ പാടില്ലാത്ത? നിർത്തോ, ഓടിക്കോ, നോക്കോ, എന്താന്ന് വെച്ചത്? ഞാൻ അഹങ്കാരത്തിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. 2 വർത്താനം എനിക്ക് പറയാനുണ്ട്. കനക ഞാനങ്ങടെ ഇറങ്ങാന്ന. നിങ്ങൾ എന്തേലും ആലോചിച്ചിട്ട് ചെയ്യും. എന്തേലും ഉണ്ടെങ്കിൽ നീ വിളിച്ചാൽ മതി, ഇപ്പൊ വരണ്ട. ദൈവത്തിന്റെ ഒരേ കളിയേ. കിട്ടിയല്ലോ. അഹങ്കാരം തീർന്നോ? ഇവിടെ വിറപ്പിച്ചോണ്ട് നടക്കണ്ടായല്ലോ നീ. എന്താണ് നിന്റെ വായിക്കാത്ത? ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്തായിരുന്നു? ഞാൻ നിന്റെ സ്വർണ്ണമൊന്നും അല്ലല്ലോ എടുത്തിട്ട് പോയത്. 2 കഷ്ണം ഓലയല്ലേ? അതിനാണ് നീ അധിക പ്രസംഗം കാണിച്ചത്. ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാം ചെയ്തിട്ട് അവസാനം എല്ലാവരും പറയണത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന്. നീക്ക് എന്താ ബോധം കെട്ട് നടക്കുകയാണോ? മനഃപൂർവ്വം അല്ലെങ്കിൽ അതെങ്ങനെയാ? കുടുംബത്തെ അങ്ങനെ സ്നേഹമായിട്ടൊക്കെ വളർത്തിയിട്ടുണ്ടാവണം. തോന്നിയാസം കാണിച്ചിട്ട് മോങ്ങണ്ട. എനിക്ക് ഒരു സങ്കടം വരില്ല മോങ്ങല കണ്ടിട്ട്. നീയിപ്പൊ എന്തേ ഉദ്ദേശിക്കുന്ന? കിട്ടിയാലും കൂടി പറഞ്ഞിട്ടില്ല ഹോം നേഴ്സിനെ ഇറക്കുമെന്ന് നിന്നെ നോക്കാൻ. ഹോം നേഴ്സ് നോക്കിയാൽ മതി, അതാ നല്ലത് നിന്നെയൊക്കെ. എന്നാടി ഹോം നേഴ്സ് വന്നത്? കാശ് കുറെ ഉണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കണേ? ഹോം നേഴ്സിനെ ഇറക്കാനാണെങ്കിൽ. എന്നോട് ദേഷ്യല്ലേ? ആർക്ക് ദേഷ്യം? ദേഷ്യാണെങ്കിൽ എന്താ ഉടനെ നീ ഹോം നേഴ്സിനെ ഇറക്കിക്കോ? എന്താ തക്ലിമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോം നേഴ്സിനെ ഇറക്കിയാ നോക്കണേ? ഞാനങ്ങനെ രണ്ടിനെയും രണ്ടായിട്ട് കണ്ടിട്ടില്ല. അന്യത്തിനെ പോലെ പെരുമാറുക എന്നോട്. സാരയില്ല, പോട്ടെ. വേദനയുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞ വഴക്ക് പറയാം. എന്താ നീ? എനിക്കൊന്ന് കുളിക്കണം. ചൂടുവെള്ളം ഉണ്ടാക്കി തരും. ചൂടുവെള്ളം ഉണ്ടാക്കാൻ നിന്റെ കൊതുമ്പും ചൂട്ട് ഞാൻ ഒന്ന് എടുത്തോട്ടെ? Alien versus Alien.